ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. ഒരു റിയൽ സ്റ്റോറി. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ വളർന്ന ഒരാൾ, വലിയ ലക്ഷ്യങ്ങളോ മുൻകൂട്ടി നിശ്ചയിച്ച വഴികളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പഠനത്തോട് വലിയ താല്പര്യം തോന്നിയില്ല. ഒടുവിൽ പഠനം പാതി വഴിയിൽ നിർത്തി കഷ്ടപ്പാടുകളിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ പലരും കരുതും ഭാഗ്യം കൊണ്ട് ഒരു മിറാക്കിൾ അയാളുടെ ജീവിതം മാറ്റിയതായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ചരിത്രം മാറ്റിയെഴുതിയ പലരുടെയും തുടക്കം ഇതുപോലെ തന്നെയായിരുന്നു. വളരെ സാധാരണമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതിലും കഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നവാസുദ്ദീൻ സിദ്ദീഖ് എന്ന നടൻ്റെ ജീവിതമാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സാധാരണ കർഷക കുടുംബം, എങ്ങോട്ടെന്നില്ലാത്ത ജീവിതയാത്ര, വലിയ ലക്ഷ്യങ്ങളോ ലക്ഷറി സ്വപ്നങ്ങളോ ഇല്ലാതിരുന്ന യൗവനം. പഠനത്തിന് ശേഷം ഒരു സാധാരണ വാച്ച്മാനായി ജോലി നോക്കേണ്ടി വന്നു. പല ചെറിയ ജോലികളും ചെയ്ത് ജീവിക്കാനുള്ള ഒരു നെട്ടോട്ടം. സിനിമയോടോ അഭിനയത്തോടോ ഉള്ള മോഹം മനസ്സിലുണ്ടെങ്കിലും അതിലേക്കെത്താൻ ഒരു വഴിയും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. പല തവണ പഠനവും ജോലിയും പാതിയിൽ ഉപേക്ഷിച്ചു. പക്ഷേ പിന്നീടെപ്പോഴോ ജീവിതം മാറ്റാൻ അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുത്തു. തനിക്കുള്ളിലെ യഥാർത്ഥ കഴിവ് തിരിച്ചറിഞ്ഞ അദ്ദേഹം അഭിനയം പഠിക്കാനായി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. പിന്നീട് സിനിമയിൽ എത്തിപ്പെടാൻ വീണ്ടും വർഷങ്ങളോളം നീണ്ട കടുത്ത നിരാശയും പട്ടിണിയും അവഗണനകളും ഒക്കെ നേരിടേണ്ടി വന്നു. ആരും തിരിച്ചറിയാത്ത ചെറിയ വേഷങ്ങളിൽ നിന്നും അദ്ദേഹം ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിനേതാക്കളുടെ നിരയിലേക്ക് സ്വയം ഉയർന്നു വന്നു. ജീവിതത്തിൽ എവിടെ തുടങ്ങി എന്നതല്ല പ്രധാനം, എവിടെ എത്തുന്നു എന്നതാണ് പ്രധാനം. പരിഹസിക്കാനും അപവാദം പറയാനും മനസ്സിനെ തളർത്തിക്കളയാനും നമ്മുടെ ലക്ഷ്യത്തെ തകർത്ത് കളയാനും ചുറ്റിനും ആളുണ്ടാവും. പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. തുടക്കത്തിൽ വലിയ ലക്ഷ്യങ്ങളില്ലായിരുന്നു എന്നതോ വഴിയിൽ പാതിയിൽ മുടങ്ങിപ്പോയി എന്നതോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇന്ന് നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് അത് മാറ്റി എഴുതാൻ നമുക്ക് കഴിയും. അപ്പോൾ തുടക്കം എങ്ങനെയും ആകട്ടെ, അവസാനം ഗംഭീരമാക്കുക. നമ്മൾ തുടക്കം കുറിച്ച ഏതൊരു കാര്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് വിജയത്തിലെത്താതെ പോയില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിച്ച ഏതൊരു കാര്യവും പാതിയിൽ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകും ധൈര്യമായിട്ട്. ബൈ.